ഇപ്പോൾ കായിക നിരീക്ഷകൻ സുദേശ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സുദേശ്, ചാത്തുണ്ണിയുടെ പരിശീലനത്തിൽ ഇന്ത്യൻ ഫുട്ബോളിന്റെ മുൻനിര പടയാളികളായി മാറിയവർ ഏറെയാണ് ഈ ഫുട്ബോൾ മേഖലയിൽ. താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? തീർച്ചയായും ഈ ഫുട്ബോളിനെ സംബന്ധിച്ച് കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ തന്നെ ഫുട്ബോളിനെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമാണ് ചാത്തുണ്ണി സാറിന്റെ ഒരു വിയോഗത്തിലൂടെ നമുക്കുണ്ടായിരിക്കുന്നത്. ചാത്തുണ്ണി സാറിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പരിശീലകൻ എന്ന നിലയ്ക്കാണ് നമുക്ക് അദ്ദേഹത്തെ കൂടുതൽ അറിയുക. ടി.കെ. ചാത്തുണ്ണി എന്ന പരിശീലകൻ ഇന്ത്യയുടെ പ്രഗത്ഭരായ, നമുക്ക് IM വിജയനെയും ബ്രൂണോ കുടിഞ്ഞയും പോലുള്ള പ്രഗത്ഭരായ താരങ്ങളെ പരിശീലിപ്പിച്ചിട്ടുള്ള ഒരു താരമാണ്. അതിനപ്പുറം ഒരു പരിശീലകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വിജയത്തിന് കാരണമായ പല ഘടകങ്ങളുണ്ട്. ഒന്ന്, തന്റെ കളിക്കാരെ സ്വന്തം മക്കളെ പോലെ കാണുകയും അവരെ എന്നും ചേർത്ത് പിടിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പരിശീലകൻ എന്ന നിലയ്ക്കാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ശ്രദ്ധേയനായിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഒരു മികച്ച പരിശീലകൻ എന്നതിനപ്പുറം ഒരു വ്യക്തിപരമായും കളിക്കാരുമായി വലിയ ആത്മബന്ധം സൃഷ്ടിക്കാനും അത് നീണ്ട കാലയളവിൽ കാത്തു സൂക്ഷിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പരിശീലകൻ എന്ന നിലയിൽ ഒരു താരത്തിന്റെ മികവ് കണ്ടെത്താൻ, അല്ലെങ്കിൽ ഒരു കളിക്കാരൻ ആ കളിക്കാരന്റെ ഓരോ കളിക്കാരുടെയും പ്രത്യേകതകൾ വ്യക്തമായി തിരിച്ചറിഞ്ഞ്, ഇപ്പൊ നമുക്ക് മനസ്സിലാവും പല താരങ്ങളും പല പൊസിഷനുകളിലും കളിക്കുന്ന താരങ്ങളെ പിൽക്കാലത്ത് ചാത്തുണ്ണി അവരുടെ വ്യത്യസ്തമായ കഴിവുകൾ തിരിച്ചറിയുകയും കൃത്യമായ പൊസിഷനിലേക്ക് മാറ്റുകയും ചെയ്ത ഒട്ടേറെ അനുഭവങ്ങളുണ്ട്. അല്ലെങ്കിൽ താരങ്ങളെ തുടക്കത്തിലെ കണ്ടെത്താനുള്ള പ്രതിഭകളെ സാധാരണ മത്സരങ്ങൾ വീക്ഷിച്ച് ആ മത്സരങ്ങളിൽ നിന്നും പ്രതിഭാശാലികളായ കളിക്കാരെ കണ്ടെത്താനുള്ള ഒരു പ്രത്യേക കഴിവ് തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തിൽ മാത്രമല്ല, നമ്മളൊരു കാര്യം അറിയണം, പരിശീലകൻ എന്ന നിലയിൽ വലിയ രീതിയിലുള്ള ഒരു അദ്ദേഹത്തിന് അതിന്റെ ഒരു ക്ലാസ് ലഭിക്കാത്ത, അല്ലെങ്കിൽ ഇന്നത്തെ പുതിയ കാലത്ത് പരിശീലകർ വലിയ രീതിയിൽ പലതരത്തിലുള്ള സാങ്കേതികമായ ഫുട്ബോളിന്റെ പല തലങ്ങളെക്കുറിച്ചും പലതരത്തിലും വിദ്യാഭ്യാസം ലഭിക്കാനും അറിയാനുമെല്ലാം സാധ്യതയുള്ള ഒരു കാലമാണിന്ന്. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു കാലത്ത് തന്റേതായ ഒരു ശൈലി കൊണ്ട്, തന്റേതായ പരിശീലന രീതികൾ, തന്റേതായ അച്ചടക്ക രീതികൾ, അല്ലെങ്കിൽ ആ രീതിയിൽ പരിശീലനം സ്വായത്തമാക്കുകയും അത് കളിക്കാരിലേക്ക് ഏറ്റവും നല്ല നിലയിൽ പകർന്നു കൊടുക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. അദ്ദേഹത്തിന് ഏറ്റവും വലിയ പ്രത്യേകത ഇത്തരം കാര്യങ്ങളാണ്. ഒരു പരിശീലനം എന്തെന്ന് പോലും, ഫുട്ബോൾ പരിശീലകൻ എന്ന എന്തെന്ന് പോലും നമ്മുടെ നാട്ടിൽ കൂടുതൽ വ്യക്തതയില്ലാത്തൊരു കാലത്ത് ആ രംഗത്തേക്ക് കടന്നു വരികയും ഏറ്റവും നല്ല നിലയിൽ അത് നിർവഹിക്കാൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ മിടുക്ക്. ഒപ്പം തന്നെ ഏറ്റവും പ്രതിഭാശാലികളായ താരങ്ങളെ പ്രത്യേകം കണ്ടെത്താനും അവരെ മിനുക്കിയെടുക്കാനും അദ്ദേഹത്തിനുണ്ടായ കഴിവ്. ഒപ്പം അതുകൂടാതെ തന്നെ ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞതുപോലെ ഒരു കളിക്കാരുമായി വളരെ മാനസികമായ ഒരു അടുപ്പം സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതും, അത് വളരെ കളിക്കാരും അദ്ദേഹത്തെ അങ്ങേയറ്റത്തും ബഹുമാനത്തോടുകൂടി കണ്ടു. ഇപ്പൊ നമ്മൾ ആൻസിലോട്ടിയുടെ ഒക്കെ കാര്യം പറയുന്ന പോലെ, അല്ലെങ്കിൽ കേരളത്തിന്റെ ആൻസിലോട്ടി എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു പരിശീലകനായിരുന്നു ചാത്തുണ്ണി. ഫുട്ബോൾ പരിശീലനത്തിൽ നിന്നും എല്ലാം വിരമിച്ചിട്ടും അദ്ദേഹം വളരെ ലൈവായിരിക്കുകയും എല്ലാ കാര്യങ്ങളും ഫുട്ബോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടപെടുകയും അത്തരം കാര്യങ്ങളിൽ തനിക്ക് അറിവുള്ളത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അവരുമായി സംസാരിക്കാനും അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് തന്നെ അദ്ദേഹവും ഫുട്ബോളും തമ്മിൽ എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആ ജീവിതം ഫുട്ബോളിന് വേണ്ടി മാത്രം ഒഴിഞ്ഞു വെച്ചായിരുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. നന്ദി ശ്രീ സുദേശ്, ഈ ഒരു നിമിഷം ഞങ്ങളോട് പ്രതികരിച്ചത്.